പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരെയും പരിചയത്തിലുള്ള നന്ന കുട്ടികളോ ചെറുപ്പക്കാരോ മുലാമാറോ അല്ലാത്ത, എന്നാൽ അത്യാവശ്യം മുതിർന്ന ലീഗിൻ്റെ നേതാക്കന്മാർ, അതേപോലെ തന്നെ മഹല്ലിൽ നേരത്തെ ഉണ്ടായിരുന്ന ഭാരവാഹികളായ നമ്മുടെ ആളുകൾ, അവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ കൊണ്ടുവരണം. ഇനി ഏതെങ്കിലും ഒരു മഹല്ലിൽ നമ്മുടെ ആളുകളില്ല, അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരല്ല മഹല്ല് കമ്മിറ്റി അംഗങ്ങളെങ്കിൽ ആ മഹല്ലിൽ നമുക്ക് പറ്റുന്ന ലീഗുകാരായ ആളുണ്ടെങ്കിൽ അവരെ വിളിക്കണം. ഉദാഹരണം, ഏതെങ്കിലും ഒരു മഹല്ല്, ഇപ്പം എൻ്റെ മഹല്ല് തർലായി അല്ലെങ്കിൽ കുറുമാത്തൂര്, തർലായിലെ നിലവിലുള്ള മഹല്ല് ലീഗ് അല്ല ഭരിക്കുന്നത്, വേറെ ടീമാണ്, അല്ലെങ്കിൽ അവിടെ SDPI ഉണ്ട്, നാഷണൽ ലീഗ് ഉണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, ആരും അല്ലെങ്കിൽ അവരെക്കാൾ ഉപരിയായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മുടെ ആളുകളായിട്ടുള്ള അവിടെ 5-10 ആളുണ്ടെങ്കിൽ അവർക്ക് നമ്മൾക്ക് പ്രത്യേക സന്ദേശം കൊടുത്ത് അവരെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. നമ്മുടെ എല്ലാ പ്രവർത്തകരും ഇതിലുണ്ടാകണം. കാരണം സാദിഖലി ശിഹാബ് തങ്ങളുടെ ഒരു പരിപാടി വൻ വിജയമായി. സാധു കല്യാണ മണ്ഡപം ഏകദേശം 1500 പേര് പങ്കെടുക്കുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അത് നിറഞ്ഞ് കവിയാണ്. ഒരു 4000 ആളുകൾ പങ്കെടുത്ത് നിൽക്കാൻ സ്ഥലമില്ലാത്ത വിധം നിറഞ്ഞ് കവിയാണ്. ഇവിടെ പ്രസംഗം കേൾക്കുക എന്നതൊന്നല്ല പ്രധാനം. ആ തങ്ങൾ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ നമ്മളൊക്കെ പങ്കെടുക്കലോടുകൂടി കണ്ണൂർ ജില്ല പാണക്കാട് കുടുംബത്തിൻ്റെ കയ്യിലാണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടണം. ഇൻഷാ അല്ലാഹ് ആ കാര്യത്തിൽ നിങ്ങളെല്ലാവരും കഠിനമായ പരിശ്രമം ഉണ്ടാകണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിനു വേണ്ടി നിർദ്ദേശം നൽകുന്നത് ഈ രീതിയിലാണ്. വളരെ കൃത്യമായത് മനസ്സിലാക്കണം. ഓരോ മഹല്ല്, മദ്രസ, എന്തെല്ലാം കമ്മിറ്റികളുണ്ടോ, മഹല്ലിൻ്റെ കമ്മിറ്റി ഉണ്ടാവും, മദ്രസ കമ്മിറ്റി ഉണ്ടാവും, അതേപോലെ തന്നെ യതീംഖാന കമ്മിറ്റി ഉണ്ടാവും, എല്ലാ കമ്മിറ്റി, അതെല്ലാം സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ പരിധിയിൽ വരുന്ന സംവിധാനങ്ങളാണ്. അതിന് കോളേജ് കമ്മിറ്റി ആയാലും ശരി, അതേപോലെ തന്നെ മറ്റു എന്തെല്ലാം മതപരമായ കമ്മിറ്റികളുണ്ടോ അതൊക്കെ മാനേജ്മെൻറ്റായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാം ഇതിൻ്റെ പരിധിയിൽ വരും. ആ മഹല്ലിൻ്റെ ആ കമ്മിറ്റിയുടെ എല്ലാം ഭാരവാഹികൾ, പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റുമാർ, ജനറൽ സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറിമാർ, ഖജാൻചി, ചുരുങ്ങിയത് 7 പേരുണ്ടാവും. പിന്നെ അതിലധികം ഉണ്ടെങ്കിൽ ആ ഭാരവാഹികൾ. അതോടൊപ്പം തന്നെ ആ മദ്രസയിൽ, ആ സ്ഥാപനത്തിലെ പ്രധാന അധ്യാപകൻ, അതേപോലെ ആ പള്ളിയിലെ ഖത്തീബ്, ഇത്രയും ആളുകളാണ് നിർബന്ധമായും നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടത്. ഇത് കൃത്യമായി നമ്മൾ ദഅവ ചെയ്യുന്നവർ, അഥവാ ഇത് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നവർ ഇത് മനസ്സിലാക്കണം. ഇത്രയും ആളുകൾ നിർബന്ധമായി ഓരോ മഹല്ലിൽ നിന്നും വരണം. അപ്പോൾ ഓരോ മഹല്ലിൽ നിന്നും ഒരു വണ്ടി ഏർപ്പാടാക്കി ആ വണ്ടിയിൽ വരലാണ് ഏറ്റവും നല്ലത്. കാരണം ഓരോരാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ എല്ലാവരും വന്നിന്ന് പറയില്ല. മൊത്തമായിട്ട് നമ്മുടെ കമ്മിറ്റിക്കാർക്കെല്ലാം വണ്ടി ഉണ്ടാവുമല്ലോ, ആ വണ്ടി ഉപയോഗിച്ച് അതിലാണ് അവർ വരേണ്ടത്. രാവിലെ 10 മണിക്ക് എത്തണം, ഉച്ചക്ക് 1 മണിക്ക് അവർക്ക് പിരിയാം. അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, നമ്മുടെ മഹല്ലിൽ നമ്മളുമായി ബന്ധപ്പെട്ട നമ്മൾ മാത്രം അറിയേണ്ടുന്നൊരു വിഷയമാണ്. മഹല്ല് ഭാരവാഹികളെ മാത്രമല്ല നമ്മൾ പരിഗണിക്കേണ്ടത്, നമ്മൾ നമ്മുടെ ആളുകളെ മുഴുവനും പരമാവധി എത്തിക്കണം. കാരണം ഇത് കൃത്യമായി പാണക്കാട് കുടുംബം, അതേപോലെ മുസ്ലിം ലീഗ് സമസ്ത, ഇത് മൂന്നിനെയും ഒരുമിച്ച് കാണുന്ന വളരെ പ്രധാനപ്പെട്ട ക്രീം ചെയ്ത ഒരു ടീമാണ്. നമ്മുടെ ടീമായിരിക്കണം, ഈ ഒരു ടീമായിരിക്കണം നാളെ കണ്ണൂരിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കേണ്ടത്. സമസ്തയായാലും ലീഗായാലും അതേപോലെ തന്നെ പാണക്കാട് കുടുംബം, ഇത് മൂന്നും സമ്മിശ്രമായിരിക്കണം. ഇതിന് വിള്ളൽ വരാത്ത വിധം നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ഈ ഒരുമയും ഐക്യവും കണ്ട് നമുക്കെതിരെ പ്രവർത്തിക്കുന്നവർ പിന്മാറണം. ഇനി അഥവാ അവർ മറ്റെവിടെയെങ്കിലും നടക്കുന്നത് അത് നമ്മുടെ ജില്ലയിൽ നടത്തരുത്. കാരണം സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ജില്ലാ സമ്മേളനമാണ് AP വിഭാഗത്തെ തകർക്കാൻ നമുക്ക് സാധിച്ചത്. ആ രീതിയിലുള്ള ഒരു ശക്തമായ ഒരു മുന്നേറ്റമായിട്ടാണ് ഈ ഒരു പരിപാടിയെ നമ്മൾ കാണുന്നത്. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരെയും പരിചയത്തിലുള്ള നന്ന കുട്ടികളോ ചെറുപ്പക്കാരോ മുലാമാറോ അല്ലാത്ത, എന്നാൽ അത്യാവശ്യം മുതിർന്ന ലീഗിൻ്റെ നേതാക്കന്മാർ, അതേപോലെ തന്നെ മഹല്ലിൽ നേരത്തെ ഉണ്ടായിരുന്ന ഭാരവാഹികളായ നമ്മുടെ ആളുകൾ, അവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ കൊണ്ടുവരണം. ഇനി ഏതെങ്കിലും ഒരു മഹല്ലിൽ നമ്മുടെ ആളുകളില്ല, അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരല്ല മഹല്ല് കമ്മിറ്റി അംഗങ്ങളെങ്കിൽ ആ മഹല്ലിൽ നമുക്ക് പറ്റുന്ന ലീഗുകാരായ ആളുണ്ടെങ്കിൽ അവരെ വിളിക്കണം. ഉദാഹരണം, ഏതെങ്കിലും ഒരു മഹല്ല്, ഇപ്പം എൻ്റെ മഹല്ല് തർലായി അല്ലെങ്കിൽ കുറുമാത്തൂര്,
കേരളയിലെ നിലവിലുള്ള മഹല്ല് ലീഗ് അല്ല ഭരിക്കുന്നത്, വേറെ ടീമാണ്, അല്ലെങ്കിൽ അവിടെ SDPI ഉണ്ട്, നാഷണൽ ലീഗ് ഉണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, വേറെ അല്ലെങ്കിൽ അവരെക്കാൾ ഉപരിയായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ആളുകളായിട്ടുള്ള അവിടെ 5-10 ആളുണ്ടെങ്കിൽ അവർക്ക് നമ്മൾക്ക് പ്രത്യേക സന്ദേശം കൊടുത്ത് അവരെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. നമ്മുടെ എല്ലാ പ്രവർത്തകരും ഇതിലുണ്ടാകണം. കാരണം സാദിഖലി ശിഹാബ് തങ്ങളുടെ ഒരു പരിപാടി വൻ വിജയമായി. സാധു കല്യാണ മണ്ഡപം ഏകദേശം 1500 പേര് പങ്കെടുക്കുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അത് നിറഞ്ഞ് കവിയാണ്. ഒരു 4000 ആളുകൾ പങ്കെടുത്ത് നിൽക്കാൻ സ്ഥലമില്ലാത്ത വിധം നിറഞ്ഞ് കവിയാണ്. ഇവിടെ പ്രസംഗം കേൾക്കുക എന്നതൊന്നല്ല പ്രധാനം. തങ്ങൾ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ നമ്മളൊക്കെ പങ്കെടുക്കലോടുകൂടി കണ്ണൂർ ജില്ല പാണക്കാട് കുടുംബത്തിൻ്റെ കയ്യിലാണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടണം. ഇൻഷാ അല്ലാഹ് ആ കാര്യത്തിൽ നിങ്ങളെല്ലാവരും കഠിനമായ പരിശ്രമം ഉണ്ടാകണം. അസ്സലാമു അലൈക്കും.